നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവരെ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. കളം നിറഞ്ഞ് ദേശീയ നേതാക്കൾ. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ മോദിക്കും രാഹുലിനും ഒരേ സ്വരമെന്ന് പിണറായി വിജയൻ. അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ ശ്രമിക്കുന്നു പോലുമില്ല. പിണറായിക്കും മോദിക്കും ലക്ഷ്യം രാഹുൽ നിലപാടാണോ അവരുടെ കൂടെയാണോ എന്നാണ് ചോദിച്ചത്. അല്ലാതെ ഈ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞെന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ CPM പ്രചരിപ്പിക്കുന്നത്. വീട്ടിലെ വോട്ടിൽ പരാതികൾ തീരുന്നില്ല. പത്തനംതിട്ടയിൽ മരിച്ചയാളുടെ പേരിൽ കള്ളവോട്ട്. ജില്ലാ കളക്ടർക്ക് പരാതി നൽകി LDF. കണ്ണൂരിൽ CPMനെതിരെ വീണ്ടും പരാതിയുമായി UDF. സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ മോഷണത്തിൽ പ്രതി പിടിയിൽ. മുംബൈ സ്വദേശി മുഹമ്മദ് ഇർഷാദിനെ കസ്റ്റഡിയിലെടുത്തത് കർണാടകയിൽ നിന്ന്. മോഷ്ടിച്ചത് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ 1 കോടി രൂപയുടെ വസ്തുക്കൾ. തിരുവനന്തപുരത്ത് പിറന്നാൾ ആഘോഷത്തിനിടെ സംഘർഷം. 4 പേർക്ക് കുത്തേറ്റു. സംഭവം ഇന്നലെ രാത്രി കഴക്കൂട്ടത്ത് ബാർ റെസ്റ്റോറന്റിൽ. 3 പേർ കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യത. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത ബംഗളൂരുവിനെ നേരിടും. പഞ്ചാബ് ഗുജറാത്ത് പോരാട്ടം രാത്രി 7:30 മൊഹാലിയിൽ.